എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ മാത്രമാകാതെ പ്രവർത്തിക്കുന്നവരുമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ കാര്യങ്ങൾ കോപത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ വിശുദ്ധി എന്ന വലിയ കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടമാകുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതുകണ്ട് എൻ്റെ പുത്രനായ ഈശോ ഏറെ വേദനിക്കുന്നു. മരിയൻ അപ്പരീഷൻസ്. ലോകം മുഴുവനിതാ അമ്മയിലൂടെ സഞ്ചരിച്ച് വിശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ വിവിധ കാഴ്ചകൾ. നിരനിരയായി നീങ്ങുന്ന ജനകോടികൾ അവസാനം എത്തിച്ചേരുന്നത് ബലിപീഠത്തിന് ചാരയെന്നത് അമ്മയുടെ സുന്ദരമായ വഴിനടത്തലായതുകൊണ്ടാണ് എന്നതിൽ സംശയമില്ല. ലൂക്കാ സുവിശേഷകൻ ഇതാ കാണിച്ചു തരുന്നു. ഇടയന്മാർ കാലിത്തൊഴുത്തിലെത്തി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിലിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു എന്ന്. പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെ കാണുമ്പോൾ നാം അമ്മയെയും ദർശിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. അഥവാ മറിയത്തോടൊപ്പം രക്ഷകനെ ദർശിക്കുമ്പോൾ അതൊരു രക്ഷാകര അനുഭവമാകുമെന്ന് സഭ പഠിപ്പിക്കുന്നു. ഈ യുഗാന്ത്യ കാലഘട്ടത്തിലും മറിയമിത നമ്മെ രക്ഷകനെ കാണിച്ചു തരുവാൻ ഓരോ ബത്ലഹേം അനുഭവമൊരുക്കി ബലിപീഠത്തിനരികെ കാത്തിരിക്കുന്നു. ഈ ലോകത്തിന് ഇനിയുള്ള രക്ഷ തൻ്റെ പുത്രനായ യേശു വഴി മാത്രമാണെന്ന് അമ്മ ഓരോ ബലിപീഠത്തിനരികിൽ നിന്നും വിളിച്ചു പറയുന്നു. പാപം പെരുകി വരുന്ന ഈ കലുഷിത കാലഘട്ടത്തിൽ തൻ്റെ മക്കൾ നിർമ്മലരായി ജീവിക്കുവാൻ അമ്മയിത സ്വർഗത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കണ്ണുനീരൊഴുക്കി നമ്മെ കഴുകുവാൻ ആഗ്രഹിക്കുന്നു. തിരുരക്തവും യേശുനാമവും ഉപയോഗിക്കുവാൻ അമ്മ മക്കളെ ആഹ്വാനം ചെയ്യുന്നു. കണ്ണുനീരിൻ്റെ അടയാളവും സുഗന്ധവാഹിനി എന്ന സ്ഥാനവും മാതൃത്വത്തിൻ്റെ പാലും അമ്മയിത ലോകം മുഴുവൻ പകരുന്നു. ജനകോടികൾ ഈ സ്വർഗീയ അടയാളങ്ങൾ ദർശിച്ച് വിശ്വാസത്തിൽ കരുത്തരാകുന്നു. തിരുസഭയുടെ പഠനങ്ങളും ദർശനങ്ങളും സ്വീകരിച്ച് ഇവയെ സ്വർഗീയ അടയാളങ്ങളായി ദർശിക്കുവാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ ശ്രമിക്കാം. ഈ സങ്കീർണ കാലഘട്ടത്തിൽ അമ്മ മുൻപത്തേക്കാൾ ഉപരി വളരെയധികം സജീവയായി സഭയിലിതാ ഇടപെടുന്നു. മെഡ്ജുഗോറിയയിൽ മുഴങ്ങിയ അമ്മയുടെ സ്വരം വലിയ മുന്നറിയിപ്പും ആഹ്വാനവുമാകുന്നു. യുവജനങ്ങളെ, നിങ്ങൾ തിരുസഭയെ കൂടുതൽ സ്നേഹിക്കുവിൻ. നിങ്ങൾ എന്റേതാണെന്ന് സാത്താൻ തിരിച്ചറിയുന്നതിനായി ജപമാല കഴുത്തിൽ ധരിക്കുവിൻ. അത് നിങ്ങൾക്ക് വലിയ സംരക്ഷണമേകും. തിരുസഭയെക്കുറിച്ച് സ്നേഹത്തോടെ മാത്രം സംസാരിക്കുവിൻ. വിശുദ്ധ കൂദാശകളെ ഭക്തിയോടെ സ്വീകരിക്കുവിൻ. മക്കളെ, നിങ്ങൾ അൾത്താരയോട് ചേർന്ന് നിൽക്കുവിൻ.
എന്റെ പുത്രൻ കുരിശിൽ നിന്ന് കരം നീട്ടി നിങ്ങളെ പുണരുന്നത് ഞാൻ കാണട്ടെ. തിരുസഭയെ സ്നേഹിക്കുക എന്ന അമ്മയുടെ ആഹ്വാനം ഈ കാലഘട്ടത്തിൽ എത്രയോ പ്രസക്തമെന്ന് വ്യക്തം. കാരണം തിരുസഭയെ തകർക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് ദുഷ്ടൻ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനായി അവൻ പല തന്ത്രങ്ങളും മെനയുന്നു, പലതും പ്രവർത്തിക്കുന്നു. കൂദാശകളിൽ നിന്നും പതുക്കെ അകറ്റി ലോകത്തിൻ്റെ മായയിലേക്ക് അവൻ ആളുകളെ തള്ളിയിടുന്നു. ആത്മാക്കൾ നശിക്കുന്നതിൽ അവൻ ആനന്ദിക്കുന്നു. പാപജീവിതം ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ വളരുവാൻ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ തൻ്റെ പുത്രനെ ഉടുപ്പിച്ച ആ തയ്യൽ കൂടാതെ നെയ്തെടുത്ത സംരക്ഷണത്തിൻ്റെ സ്നേഹപ്പുതപ്പ് നമ്മിലേക്കും വിരിച്ച് അമ്മയിതാ നമ്മെ ചേർത്തു പിടിക്കുവാൻ കൊതിക്കുന്നു. തിരുസഭയിൽ നിന്നും ജനങ്ങൾ അകന്നു മാറിയപ്പോൾ ബെൽജിയം എന്ന രാജ്യത്ത് അമ്മ വളരെ ശക്തമായി ഒരേ കാലഘട്ടത്തിൽ ഇടപെട്ട 2 ഇടപെടലുകളെയാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ബെൽജിയത്തിലെ ബുറാങ് എന്ന ഗ്രാമത്തിലും ബാന്യൂക്ക് എന്ന ഗ്രാമത്തിലും അമ്മ ഇടപെട്ട 2 പ്രത്യക്ഷപ്പെടലുകളാണ് ഇവ. 1932 കാലഘട്ടം. ബെൽജിയത്തെ സഭ വളരെ സങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന കലുഷിത കാലഘട്ടം. സഭാവിശ്വാസികൾ നിരീശ്വര തത്വചിന്തകളുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പിന്നാലെ സഞ്ചരിച്ച് ദേവാലയത്തിൽ നിന്നും അകന്നുമാറുന്ന കാലഘട്ടം. കൂദാശാ ജീവിതം വെറുമൊരു പ്രഹസനം മാത്രമാക്കി ജീവിക്കുന്ന വിശ്വാസികൾ. കുടുംബങ്ങളിൽ പ്രാർത്ഥനാ ചൈതന്യം കുറയുകയും അതിനാൽ തന്നെ യുവാക്കൾ വഴിപിഴച്ച ജീവിതം നയിക്കുകയും ചെയ്തു വരുന്ന സമയം. ഈ പ്രത്യേക കാലഘട്ടത്തിലായിരുന്നു അമ്മ ബെൽജിയത്തെ ബുറാങ് ദേശത്ത് മരിയ ഭക്തരായ 5 കുട്ടികൾക്ക് മുൻപിൽ ദർശനമരുളിയത്. 1932 നവംബർ 29 ഇവർ വൈകുന്നേരം ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയ്ക്ക് സമീപം പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുമ്പോൾ കുട്ടികളായ ഫെർണാഡെ, ഗിൽബർത്ത, ആൽബർട്ട്, ആൻഡ്രി, ഗില്ലി എന്നീ കുട്ടികൾക്ക് അമ്മ പ്രത്യക്ഷയായി. വളരെയധികം സുഗന്ധം നിറഞ്ഞു വന്ന ആ സമയം മുഴുവൻ കുട്ടികൾ വലിയ സ്വർഗീയ പ്രഭയിൽ നിറഞ്ഞു നിന്നു. ദിവസവും നിങ്ങൾ ഇവിടെ എത്തണമെന്നും ഞാൻ വളരെ വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ ഈ നാട്ടിൽ ചെയ്യുമെന്നും അമ്മ ആദ്യ ദർശനത്തിൽ അവരെ അറിയിച്ചു. 1932 നവംബർ 29 മുതൽ 1933 ജനുവരി 3 വരെ 91 പ്രാവശ്യം അമ്മ അവരെ സന്ദർശിച്ചു. 1932 ഡിസംബർ 8-ാം തീയതി വളരെ വലിയ ജനക്കൂട്ടത്തിനു മുൻപിലായിരുന്നു അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഡിസംബർ 17 അമ്മ ഇടപെട്ട ദർശനത്തിൽ കുട്ടികളോട് ഈ പ്രദേശത്ത് ഒരു ദേവാലയം നിർമ്മിക്കണമെന്നും അതുവഴി പുത്രൻ മഹത്വപ്പെടുമെന്നും അമ്മ അറിയിച്ചു. തിരുസഭയുടെ സങ്കീർണമായ അവസ്ഥയിൽ പരിഭ്രമിക്കേണ്ടെന്നും നിരന്തരമായ പ്രാർത്ഥന വഴി ദൈവം ഈ രാജ്യത്തോട് കരുണ കാണിക്കുമെന്നും അതിനായാണ് ഈ ദേവാലയം ഉയരുന്നതെന്നും അമ്മ അറിയിച്ചു. ഡിസംബർ 21 നൽകിയ ദർശനത്തിൽ ഞാൻ അമലോത്ഭവയായ സ്വർഗീയ മാതാവാണെന്ന് കുട്ടികളോട് അമ്മ പറയുകയുണ്ടായി. ഡിസംബർ 31 നൽകിയ ദർശനത്തിൽ അമ്മയുടെ ഹൃദയം സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നതും അവിടെ നിന്ന് പ്രകാശമുയരുന്നതും കുട്ടികൾ ദർശിച്ചു. ഓരോ ദിവസവും അനേകായിരങ്ങൾ ഈ പ്രദേശത്ത് തിങ്ങി നിറഞ്ഞു വന്നു. 1933 ജനുവരി 3 നൽകിയ പ്രത്യേക സന്ദേശത്തിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ വളരണമെന്നും അതുവഴി പാപവഴിയിൽ നിന്നും പാപികളെ താൻ രക്ഷിക്കുമെന്നും ഉറപ്പു നൽകി. ഈ സന്ദർശനങ്ങൾ വഴി
അനേകം ജനങ്ങൾ ബെൽജിയത്തിൽ മാനസാന്തര വഴി സ്വീകരിക്കുകയും തിരുസഭയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തു. നിരവധി രോഗശാന്തികളും മാനസാന്തരങ്ങളും നിറഞ്ഞ ഗ്രാമമായി ഈ കൊച്ചു ഗ്രാമത്തെ അമ്മ ഉയർത്തി. 17 വർഷമായി ശരീരം തളർന്നു കിടന്ന 33 വയസ്സുള്ള വൻലേറി എന്ന യുവതി ജനക്കൂട്ടത്തിന് നടുവിലൂടെ ഓടി വന്നത് ഇവിടെ അമ്മയുടെ ബസിലിക്കയുടെ ചരിത്രത്താളുകളിൽ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു. നിരീശ്വര പത്രപ്രവർത്തകനായ ജോൺ അത് കണ്ട് മാനസാന്തരപ്പെട്ട് കൂദാശ ജീവിതം സ്വീകരിച്ചത് ഇതിൻ്റെ മാറ്റുകൂട്ടുന്നു. 1945 ബുറാങ്ങിലെ ഈ അത്ഭുതങ്ങൾ നാമൂറിലെ ബിഷപ്പ് ചവു മരിയ അംഗീകരിക്കുകയും പരിശുദ്ധ സിംഹാസനത്തെ ഇതിൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ ക്ഷണിക്കുകയുമുണ്ടായി. അനേകം ജനകോടികൾ ഇന്നും ബുറാങ് സന്ദർശിക്കുകയും അമ്മയെ വണങ്ങുകയും പുത്രനെ ആരാധിക്കുകയും ചെയ്തു വരുന്നു. ബെൽജിയം സഭ അതിനാൽ തന്നെ ശക്തിയാർജിക്കുകയും ഒരുപാട് വിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നത് അമ്മയുടെ ഇടപെടലിൻ്റെ പിന്നീടുള്ള ചരിത്രത്തെ സുന്ദരമാക്കുന്നു. അമ്മയുടെ ഓരോ സായാഹ്നത്തിലെ സന്ദർശനവും വലിയ ഉണർവോടെയാണ് വിശ്വാസികൾ ഏറ്റെടുത്തത്. അവിടെ പണിതുയർത്തിയ ബസിലിക്കയിൽ അനേകം രോഗസൗഖ്യങ്ങളും മാനസാന്തര അനുഭവങ്ങളും ഇന്നും തുടർന്നു പോരുന്നു. 1932 ബുറാങ്ങിലെ അത്ഭുതത്തിനു ശേഷം വിശ്വാസത്തിൽ കരുത്തരായ ബെൽജിയം ജനതയ്ക്ക് പുതിയൊരു സന്ദേശവുമായാണ് അമ്മ ബാനൂക്കിൽ 14 വയസ്സുള്ള മരീറ്റ ബൈക്കോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. 1933 മാർച്ച് 3 വരെ തുടർച്ചയായി 8 ദർശനങ്ങൾ നൽകിയാണ് അമ്മ ഇടപെട്ടത്. അതീവ മരിയഭക്തയും ജപമാല ഭക്തിയുമായിരുന്ന മരിറ്റയ്ക്കു മുൻപിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് താൻ പാവങ്ങളുടെ കന്യകയാണെന്ന് അറിയിച്ചു. ഈ ദർശനത്തെ മറ്റുള്ളവർ വിശ്വസിക്കുവാനായി ഒരു അടയാളം ആവശ്യപ്പെട്ട മരിറ്റയ്ക്കു മുൻപിൽ തൻ്റെ മുൻപിൽ ഒരു കുഴി കുഴിക്കുവാനും ആ നീരുറവയിൽ നിന്നും ഒഴുകുന്ന ജലം നിരവധി രോഗസൗഖ്യം നൽകുമെന്നും അമ്മ അറിയിച്ചു. ഈ നീരുറവ ഇന്നും ഇവിടെ ബാനൂക്കിൽ നിലയ്ക്കാതെ ഒഴുകുന്നു. ബെൽജിയത്തിൻ്റെ മണ്ണിൽ അമ്മ നൽകിയ ഈ പ്രത്യേക ഇടപെടലുകൾ അവിടുത്തെ വിശ്വാസികളെ കരുത്തരാക്കുകയും അവർ ജപമാല ഭക്തിയിൽ ആകൃഷ്ടരായി മരിയഭക്തി പ്രചാരകരാവുകയും ചെയ്തു. സഭാവിശ്വാസികൾ കൂദാശ ജീവിതം പുനരാരംഭിക്കുകയും പാപസങ്കീർത്തനം വഴി അൾത്താരയിലേക്ക് നടന്നെടുക്കുകയും ചെയ്തു. കുടുംബങ്ങളിൽ കുടുംബപ്രാർത്ഥന ശക്തമാവുകയും ധാരാളം വിശുദ്ധമായ ദൈവവിളികൾ നൽകി ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. 1949 ആഗസ്റ്റ് 22 പ്രത്യേക അംഗീകാരത്തോടെ തിരുസഭ ഈ അത്ഭുതത്തെ ബഹുമാനിക്കുകയും അമ്മയോട് ചേർന്നു നിൽക്കുവാൻ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ബെൽജിയത്തെ ബുറാങ്ങിലും ബാന്യൂക്കിലും അമ്മ നൽകിയ ഈ ഇടപെടലുകൾ ഇന്നും ബെൽജിയം ജനതയിൽ വിശ്വാസത്തിൻ്റെ കുളിർമ നൽകി പുണരുന്നു. ലോകമെങ്ങുമുള്ള മരിയൻ പ്രത്യക്ഷ ദേവാലയങ്ങളിലെല്ലാം ഒഴുകിയെത്തുന്ന ജനകോടികൾ തൻ്റെ പുത്രൻ്റെ സക്രാരിയെ കുമ്പിട്ടാരാധിക്കുന്നത് കാണുമ്പോൾ അമ്മയിതാ സ്വർഗത്തിൽ സന്തോഷത്താൽ സ്തുതിഗീതികൾ പാടുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ഈ മാഗ്നിഫിക്കാത്ത ഗീതങ്ങൾ ഇന്നും സ്വർഗത്തിൽ നിലയ്ക്കാതെ മുഴങ്ങുന്നു. ലോകം മുഴുവൻ ഇതാ അമ്മയിലൂടെ പുത്രനിലേക്ക് ചേർക്കപ്പെടുന്നു. ആവേ മരിയ ഗീതങ്ങൾ ആകാശവിധാനങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു. ജനകോടികൾ പാപജീവിതം ഉപേക്ഷിച്ച് തിരുസഭയിൽ സജീവരാകുന്നു.
മാനസാന്തരപ്പെടുവിൻ എന്ന സ്വർഗത്തിൻ്റെ കാഹളം മുഴക്കുന്ന അടയാളവുമായി അമ്മയിതാ തിരുസഭയിൽ വളരെ സജീവയായി ഇടപെടുന്നു. മാതൃഭക്തി ഏറി വരുമ്പോൾ തിരുസഭ അതിനാൽ തന്നെ ശക്തമാകുമെന്നതിനാൽ മാതൃഭക്തി സ്വർഗത്തിൻ്റെ വലിയ പദ്ധതിയാകുന്നു. അമ്മയെ ബഹുമാനിക്കുന്നവരെ പുത്രൻ വലിയ ബഹുമാനത്തോടെ കാണുന്നു. അതുകൊണ്ട് തന്നെ അമ്മയിലൂടെ ചോദിക്കുന്ന ഏതൊരു കാര്യവും പുത്രൻ അതീവ ഗൗരവത്തോടെ കേൾക്കുന്നു. സ്വർഗത്തിൻ്റെ സമ്മാനമായി നമുക്ക് നൽകപ്പെട്ട ആ കന്യകയെ വാഴ്ത്തിപ്പാടുവാൻ ഇനിയും വൈകിക്കൂടാ എന്ന ബോധ്യം ഓരോ പ്രത്യക്ഷ ദേവാലയവും നമുക്ക് മുൻപിൽ വിളിച്ചോതുന്നു. പശ്ചാത്തപിക്കുവിൻ, പാപം പരിവർജിച്ചിടുവിൻ. പാപത്താലെ തകർന്ന ജീവിതമോർത്തു കരഞ്ഞിടുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പശ്ചാത്തപിക്കുവിൻ, പാപം പരിവർജിച്ചിടുവിൻ. പാപത്താലെ തകർന്ന ജീവിതമോർത്തു കരഞ്ഞിടുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. കാരുണ്യത്തിൻ കരങ്ങൾ നീട്ടി കാത്തിരിക്കുന്നു, ദൈവം കാത്തിരിക്കുന്നു. പാപം വെടിഞ്ഞു തിരിഞ്ഞു വരുവാൻ മാടി വിളിക്കുന്നു, ദൈവം മാടി വിളിക്കുന്നു. പുതിയൊരു ജീവിതമരുളാനെന്നും ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. പാപിക്കെതിരെ വിധിയുടെ വാക്യം ഉച്ചരിക്കില്ല, ദൈവം ഉച്ചരിക്കില്ല. അവനു നാശം വന്നു ഭവിക്കാൻ ആശിക്കുന്നില്ല, ദൈവം ആശിക്കുന്നില്ല. പാപത്തിൻ്റെ വലുപ്പം നോക്കി ശിക്ഷിക്കുന്നില്ല, ദൈവം ശിക്ഷിക്കുന്നില്ല.
സ്നേഹം നിറയും തൻ ഹൃദയത്തിൽ അഭയമേകുന്നു ദൈവം അഭയമേകുന്നു. രക്ഷയിലേക്കു നയിച്ചീ ജന്മം നവീകരിക്കുന്നു ദൈവം നവീകരിക്കുന്നു. ആത്മശരീര സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു. പശ്ചാത്തപിക്കുവിൻ പാപം പരിവർജിച്ചിടുവിൻ. പാപത്താലെ തകർന്ന ജീവിതമോർത്തു കരഞ്ഞിടുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. യേശുമാതാവേ ജനനീ ആശ്രയം നീയേ. കദന ഭൂമിയിൽ നിൻ കരചരണം കരുണ തൻ കടലേ. കരുണ തൻ കടലേ. യേശുമാതാവേ ജനനീ ആശ്രയം